തൃശൂർ പൂരത്തിന് വിദേശ വനിതയെ അപമാനിച്ച പ്രതി പിടിയിലായി. ആലത്തൂർ സ്വദേശി മധു ആണ് പിടിയിലായത്. ഒരു പെണ്ണ് പുറത്തിറങ്ങിയ ഓരോരുത്തരുമാരും വായിനോട്ടം സഹിക്കാൻ പറ്റുമോ? കഴുകന്റെ കണ്ണല്ലവന്മാർക്ക്. വിദേശ വ്ലോഗറായ യുവതി തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ ദുരനുഭവം പങ്കുവച്ചത്. A wonderful time at Thrissur Puram, but there was also some questionable moments. Like when I was interviewing this guy, this happened. Nice to meet you. Nice to meet you. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. നാണോ മാനോ ഇല്ലാത്ത വൃത്തികെട്ട ജന്തു. ഓടാ പട്ടി, അമ്മയും കെട്ടിയോളം തിരിച്ചറിയാൻ വയ്യാത്തോനെ. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ. നമുക്ക് നാടിനാകെ അപമാനകരമായ ഒരു സംഭവമായിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ. കൊച്ചു പെമ്പിളരെ കാണുമ്പോൾ ഞരമ്പ് വലിഞ്ഞു മുറുകുന്നത് ഒരുതരം അസുഖമാണ്. പൂരത്തിന്റെ അന്ന് രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. വിദേശ വ്ളോഗർ ഈ വീഡിയോ ചെയ്യുന്നതിനിടയിൽ ഈ വ്യക്തി, ഈ മധു എന്ന് പറയുന്ന വ്യക്തിയുമായി സംസാരിച്ചു. ഒരു പെൺകുട്ടിയുടെ മാന്യതയെ ഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല. വകുപ്പ് ലംഘിക്കുന്നവർക്ക് 1 വർഷം തടവോ 50,000 രൂപ പിഴയോ രണ്ടും കൂടി ഒന്നിച്ചു അനുഭവിക്കേണ്ടി വരും. സംസാരത്തിനൊടുവിൽ ആണ് യുവതിയോട് അപമര്യാദയായി ഇയാൾ പെരുമാറിയത്. അത് അന്ന് പക്ഷേ പുറത്തു വന്നിരുന്നില്ല. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഒരു തരം ഞരമ്പ് രോഗം. മറ്റു പരാതിയോ ഒന്നും തന്നെ അന്ന് നൽകിയിരുന്നില്ല. പിന്നീട് ഈ യുവതി തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി എന്നുള്ള ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത്. എടോ, കഴിയുന്നതും വേഗം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫ് സ്പോയിലായി പോകും. എവിടെ വെച്ചാണ്, എങ്ങനെയാണ് പിടിയിലായത്? ഇയാൾ ആലത്തൂർ സ്വദേശിയാണ്. മധു എന്ന് വിളിക്കുന്ന സുരേഷ് ആണ് അറസ്റ്റിലായിരിക്കുന്നത്. ആലത്തൂർ വെച്ച് തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കേസ് ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ, ആളുകൾ മൊത്തം കൊണ്ടേ. ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് തൃശൂർ ഈസ്റ്റ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രതിയെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇനിയെങ്കിലും പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാൻ നോക്കണേ. മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല. ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ചെറുപ്പക്കാരല്ലേ, ഒരു തമാശ ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഇനി നമ്മൾ പഠിച്ചു. ഗുഡ് ബൈ.